ഞാൻ ഡോക്ടർ മഹറൂഫ് താമരശ്ശേരി ഫ്രം സ്കിൻ ടാൻ. മുഖക്കുരു പലർക്കും ഒരു പ്രശ്നമാണ്. മുഖക്കുരു വന്നു പോയതിൻ്റെ കുഴികളാണെങ്കിലോ അതിനേക്കാൾ വലിയ പ്രശ്നം. മുഖക്കുരു വന്ന് അത് ചികിത്സിക്കാതെ ശരിയായ രീതിയിൽ ചികിത്സ കിട്ടാതെ നിന്ന് കഴിഞ്ഞാൽ ആ വന്ന ഭാഗങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് കുഴിയായി മാറും. കുഴി വീണ് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ചികിത്സകൾ ലഭ്യമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യപ്പെടുന്നത് സബ്സിഷൻ, മൈക്രോ നീഡ്ലിംഗ്, കാർബൺ ഡയോക്സൈഡ് ലേസേഴ്സ്, TCA ക്രോസ്, പഞ്ച് എക്സിഷൻ തുടങ്ങിയ ചികിത്സാ രീതികളാണ്. സബ്സിഷൻ എന്ന് പറഞ്ഞാൽ ആഴമുള്ള കുഴികൾ ഉണ്ടെങ്കിൽ, അതായത് വീതി കുറഞ്ഞ് ആഴം കൂടിയതായിട്ടുള്ള കുഴികൾ, ഇതിന് ഐസ് പിക് സ്കാർ എന്നാണ് പറയാം. ഐസ് പിക് സ്കാർസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് സബ്സിഷൻ. സബ്സിഷൻ ചെയ്ത് ആഴം കുറഞ്ഞ ശേഷം നമുക്ക് മൈക്രോ നീഡ്ലിംഗ് ചെയ്യാം. മൈക്രോ നീഡ്ലിംഗിൽ പല ടൈപ്പ് മൈക്രോ നീഡ്ലിംഗ്സ് ഉണ്ട്. അതിൽ ഡെർമ റോളർ ഉപയോഗിക്കുന്നുണ്ട്, ഡെർമ പെന്ന് ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോ നീഡ്ലിംഗ് RF എന്നുള്ള ചികിത്സ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പ്ലെയിൻ വേറെ മെഡിസിൻസോ അല്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള മറ്റ് PRP പോലത്തെ സംഭവങ്ങളൊക്കെ ഇതൊന്നും ഉപയോഗിക്കാതെയും ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. പ്ലെയിൻ ആയി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ചേഞ്ച് കാണും. എന്നാൽ നമ്മൾ അത് PRPയോ അല്ലെങ്കിൽ GFC പോലെ, എന്താണ് PRPയോ GFC? നമ്മുടെ രക്തത്തിൽ നിന്നും ഇവ കടഞ്ഞെടുക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് എന്ന വസ്തു ആദ്യം തൊലിയിൽ ഇഞ്ചക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രോപ്പ് ആക്കി ഉറ്റിക്കുകയോ ചെയ്ത ശേഷം നീഡ്ലിംഗ് ചെയ്യുക. കുഴി കുറക്കാൻ കാർബൺ ഡയോക്സൈഡ് ലേസർ ഉപയോഗിക്കുന്നത്, അഥവാ ഫ്രാക്ഷണൽ CO2 ലേസർ എന്ന് പറയും. ഇതിലും നമുക്ക് ആഴം ഉള്ള കുഴികൾ കുറക്കാൻ പറ്റുന്നതാണ്. ഒരു തവണ മാത്രമായിരിക്കില്ല, ഒന്നിലേറെ തവണ ഈ സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിപ്പം മൈക്രോ നീഡ്ലിംഗ് ആയാലും ലേസർ ട്രീറ്റ്മെന്റ്സ് ആയാലും ഒന്നിലേറെ, ചുരുങ്ങിയത് 4 സെഷനെങ്കിലും ചെയ്തിരിക്കണം. ഒരു തവണ ലേസർ ചെയ്ത് 2 ആഴ്ചയോ 4 ആഴ്ചയോ ഇടവേളകളിൽ നമ്മൾ വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യുക. വേറൊരു ചികിത്സാ രീതിയാണ് TCA ക്രോസ്. TCA ക്രോസ് എന്ന് പറഞ്ഞാൽ കുഴിയുള്ള ഭാഗത്ത് നീഡിൽ കൊണ്ട് ഒരു കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതോടുകൂടി അവിടെ ക്രമേണ കൊളാജൻ ഫോർമേഷൻ കൂടുന്നു. അത് ഒന്നിലേറെ സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ആഴം കൂടിയ സ്കാറ് ഈ പറഞ്ഞ മൈക്രോ നീഡ്ലിങ്ങോ അല്ലെങ്കിൽ മൈക്രോ നീഡ്ലിംഗ് RFO കാർബൺ ഡയോക്സൈഡ് ലേസറിന്റെ കുറഞ്ഞോളന്നില്ല. അങ്ങനത്തെ കേസിൽ പഞ്ച് എക്സിഷൻ അല്ലെങ്കിൽ പഞ്ച് ഫ്ലോട്ടേഷൻ എന്നെല്ലാം പറഞ്ഞ വേറെ ചികിത്സാ രീതികളുണ്ട്. ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ആ സ്കാറായ ടിഷ്യൂവിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ സ്യൂച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുഖക്കുരുവിന്റെ സ്കാർ ഒന്നുകിൽ കുഴിഞ്ഞതാവാം, അഥവാ അട്രോഫിക് സ്കാർ എന്ന് പറയും, അല്ലെങ്കിൽ പൊങ്ങിയതാകാം, ഹൈപ്പർട്രോഫിക് സ്കാർ എന്ന് പറയും. ഇത്ര നേരം പറഞ്ഞത് അട്രോഫിക് സ്കാറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. എന്നാൽ ചില ആളുകൾ ഹൈപ്പർട്രോഫിക് സ്കാർ കാണാം. ഹൈപ്പർട്രോഫിക് സ്കാർ എന്നാൽ ഒരല്പം ബമ്പ് പോലെ കാണുന്നതാണ്. സാധാരണഗതിയിൽ മൂക്കിന്റെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ഇത് നമുക്ക് ലേസർ ഡിവൈസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം, അഥവാ കരിയിച്ച് കളയാം. കരിയിക്കുന്ന മെത്തേഡ് ലേസറിലൂടെ ചെയ്യാം, അതല്ല നോർമലായിട്ട് ഉപയോഗിക്കുന്ന കരിക്കൽ മെത്തേഡിലൂടെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വിവിധ തരം ട്രീറ്റ്മെന്റ് കുഴികൾ വന്നതിനുണ്ട്. എന്നാൽ എങ്ങനെയാ മുഖത്ത് കുഴി വീഴുന്നത്? വന്ന മുഖക്കുരു ചികിത്സിക്കാണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ നിന്ന ഭാഗം പിന്നീട് കുഴികളെ മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഖക്കുരു വന്നാൽ ശരിയായ രീതിയിലുള്ള ചികിത്സ എടുത്ത് വേഗം ചികിത്സിച്ച് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ മുഖത്ത് കുഴി വീഴാണ്ട് നമുക്ക് നോക്കാം. കുഴി വീണ് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യാനാണ് കഴിയുന്നത്. അതല്ലാണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കൽ അല്പം പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ചില രീതി ചികിത്സ എടുത്ത് ഒഴിവാക്കി കുഴികൾ വീഴാണ്ട് ശ്രദ്ധിക്കുക.